ബാലനില്ലേ? എത്തിയില്ല. വല്ല ബുക്ക് സ്റ്റോളിലും കയറി ഇറങ്ങി നടക്കുകയായിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും? സാർ ഇരിക്കൂ. ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വരും. സാർ കയറി ഇരിക്കൂ. ഇരിക്കുന്നില്ല. ബാലൻ വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. സാറ് കാണാത്തോണ്ട് മടങ്ങിപ്പോവാണ്. ഞാനിത്തിരി വൈകി. ബാല, എന്താ? എന്ത് പറ്റി? സുശീല വീട്ടിലില്ല. പിന്നെ എവിടെ പോയി? എന്തോ അയലോക്കത്ത് എവിടെയെങ്കിലും കാണും. സാറ് തിരക്കിയോ? ഉവ്വ്, അവിടെ ഒന്നും ചെന്നിട്ടില്ല. സിനിമയ്ക്ക് മറ്റോ? ഏയ്. പിന്നെ ഞാനും വരാം. വേണിയോടൊന്ന് പറയട്ടെ. ബാല, ഇത് പറയണ്ട. ആ, ഞാനിപ്പോ വരാം. സാറിന്റെ കൂടെ ഒന്ന് പോണം. എന്താ കാര്യം? ഒന്നുമില്ല. കണ്ടു വച്ചാ? ഇല്ല. ഈ അമ്മ എവിടെ പോയതാ? അമ്മ വരൂ. നീ നിങ്ങൾ പോയി പഠിക്ക. ചെല്ലേ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. അവൾ എവിടെ പോകാനാ? സാർ, സാർ, എന്താ? കൈമൾ സാറിന്റെ വീടല്ലേ? അതെ. എന്താ? കൈമൾ സാറാണോ? അല്ല. എനിക്ക് കൈമൾ സാറിനെ ഒന്ന് കാണണം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? സുശീല ചേച്ചി പറഞ്ഞത് കൈമൾ സാറിന്റെ ഭാര്യ. നീ എവിടെ അവരെ കണ്ടേ? പൂക്കാരൻ തെരി പറയോ സാറിന്? ആ, അവിടെ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് വന്നത്, ഒരു ടാക്സിയിൽ, ഗിരിച്ചേട്ടന്റെ കൂടെ. ഗിരിച്ചേട്ടനോ? സാറിന് അറിഞ്ഞൂടെ? ജവഹർ നഗറിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള വർക്ക്ഷോപ്പ് നടത്തുന്ന ആള്. കണ്ടു കാണും. സുശീല ചേച്ചി ഗിരിച്ചേട്ടനോട് പോന്നിരിക്കുക. ഞാൻ പോട്ടെ. നീ കള്ളം പറഞ്ഞല്ല. ഞാനെന്തിനാ കള്ളം പറയുന്നത്? നിങ്ങൾ ആരും എനിക്ക് അറിയ പോലുമില്ല. ആ സ്ത്രീയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഗിരിച്ചേട്ടൻ എന്നെ വിശ്വാസമാണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഭർത്താവ് വിഷമിക്കും, പോയെന്ന് അറിയിച്ചായിരുന്നു. അഡ്രസ്സും തന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവരെവിടെ താമസിക്കുന്നത്? എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. നീ ഇവിടെ നിൽക്ക്. ഓ, ഞാനിപ്പോ വരാം.
ഇതാരാ? അവിടെ നിന്ന് വന്നതാ സുശീല ചേച്ചിയെ കാണാൻ. സുശീലയുടെ ആരാ? ബന്ധമൊന്നുമില്ല, പിന്നെ അടുത്തറിയാം. വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നതാണോ? ഒന്ന് കണ്ടാ മതി. ഞാൻ പറയുന്നത് കഴിയുമെങ്കിൽ കൊണ്ടുപോകുന്നാണ്. ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. പറ്റുമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി അവളെയും കൂട്ടിക്കൊണ്ടു പോകും. അതാ നല്ലത്. ഗിരി ഇപ്പൊ അവിടെ ഇല്ല. ഏതാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുക. ചെല്ലടാ, കൊണ്ടുവന്ന് കാണിക്ക്. വാ. നടന്നു. നീ പോയോ? ഉവ്വ്. കണ്ടോ? എല്ലാം വിട്ടെറിഞ്ഞ് വരാൻ മാത്രം എന്തുണ്ടായി? ഒരു വീട് കൊണ്ട് തകർന്നു പോകില്ലേ? ബാലിന് പോകാം. ഒന്നും ആലോചിച്ച് കാണില്ല. പെട്ടെന്നൊരു തോന്നലിന് ഇറങ്ങി പുറപ്പെട്ടതാവും. സാരമില്ല, ഇതൊരു സ്വപ്നം പോലെ കരുതിയാ മതി. എന്നോട് വരൂ. രജനി ഉണ്ണി അമ്മ തിരിച്ചെത്തുന്നും കാത്തു നിൽക്കാൻ അവിടെ. നേരം കുറെ ആയി. വരില്ലേ? ബാലൻ പോകൂ. ഗിരി സാറാണല്ലേ? എന്താടാ, നന്നായിട്ട് മിനിയിട്ടുണ്ടല്ലോ. ഞാൻ അറിഞ്ഞു കേട്ടോ. എന്തോന്നാ? തീരുമാനത്തിനൊരു മാറ്റമില്ലേ? ഇപ്പോഴും വൈകിട്ടില്ല. അത് ബാലന് തോന്നുന്നതാ. ഇപ്പൊ തന്നെ വൈകി. ബാലൻ പൊയ്ക്കോളൂ. എനിക്കിനി ഒന്നും പറയാനില്ല. ഇത് വെറും ഭ്രാന്താണ്. പൊയ്ക്കോളൂ. സാർ പോകാം, വാ. എന്താ രാജുവിന്റെ അമ്മേ, കട അടയ്ക്കാറായില്ലേ?